കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം BM 7 സീരീസാണ് 730D. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായിട്ടായിരിക്കും നിങ്ങളിലേക്ക് ഒരു 7 സീരീസ് വാഹനം എത്തുന്നത്. അപ്പോൾ വണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2017 ഇതിൻ്റെ മോഡൽ വന്നേക്കണത്. അതുകൂടാതെ തന്നെ ലക്ഷറിയാണ് വാഹനം. ലക്ഷറി എന്ന് പറയുമ്പോൾ 7 സീരീസ് എല്ലാം ലക്ഷറി ലൈനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. എന്നാലും നമുക്ക് എടുത്ത് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണിക്കാറുണ്ട്. അതാണ് ഞാൻ ലക്ഷറി എന്ന് പറയാൻ കാരണം. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേസർ ലൈറ്റ്സ് വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സൺറൂഫും കാര്യങ്ങളും ഡുവൽ സൺറൂഫ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സൊക്കെ വളരെയധികം റിച്ച് അതുമാത്രമല്ല സീറ്റിൻ്റെ ബാക്കിൽ തന്നെ വന്നേക്കുന്ന ആ ഒരു LED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റാക്കി എടുത്ത് പറയുന്നത്. നമ്മൾ 7 സീരീസിലൊക്കെ മിക്കവാറും കാണാനുള്ള സംഭവങ്ങളാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഇത് റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറയും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം അത് ഇൻറ്റീരിയേഴ്സിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ഒരു വാഹനമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 2017 ഇതിൻ്റെ മോഡൽ വരുന്നത്. അപ്പോൾ വണ്ടി ഫുള്ള് ഉണ്ടാകാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ലക്ഷറി വാഹനമാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ കൂടി ആദ്യമായിട്ടായിരിക്കും ഒരു BM 7 സീരീസ് വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. BM 730D ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ആണോ? വണ്ടിയുടെ ലുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ LD എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം BM 730 LD എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡ് പോർഷനും അതേപോലെ തന്നെ സറൗണ്ടിങ് വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ഉണ്ടോ? അലോയ്സൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ സൈഡ് പോർഷൻ നോക്കാം. ഇത് നല്ലൊരു കളറാണത്. അല്ല, ഒരു നേവി ബ്ലൂ എന്നല്ലേ നമുക്ക് പറയണേ. അതെ, ആ കളറും അതേപോലെ തന്നെ അതിനകത്ത് ക്രോമിയം ഇൻസേർട്ടൊക്കെ വന്നപ്പോൾ നല്ല ലക്ഷറി ഫീലാണ് നമുക്ക് ഈ വാഹനം തരുന്നത്. അല്ല, ഫ്രണ്ട് പോർഷനൊക്കെ നോക്കാം. വണ്ടി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ആ ഒരു വണ്ടിയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് വീലാസിലേക്ക് പോകാം. ഈ വീലാസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാസും കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ശ്രദ്ധിക്കാം. അലോയ്സൊക്കെ BMൻ്റെ ഒറിജിനൽ കമ്പനി അലോയ്സ് നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡെൻറ്റോ പാച്ചോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡിലും നല്ല നീറ്റായിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഗ്രില്ലിലേക്ക് വരാം. ഗ്രില്ല് ശരിക്കും ഓപ്പണബിൾ ടൈപ്പാണ്. നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് വാഹനം ഓണായി കഴിയുമ്പോൾ ഈ ഒരു ഗ്രില്ലെല്ലാം ഓപ്പൺ ആവും. അതാണ് മെയിൻ കാര്യം. ലാമ്പ് നോക്കാം. ലാമ്പ് ലേസർ ലാമ്പ്സാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ താഴെ DRLസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ശ്രദ്ധിക്കാം. അതേപോലെ നമുക്ക് സൈഡിൽ 2 ഡോറ് നോക്കാം. 2 ഡോറായാലും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ആർച്ച് നോക്കാം. ഈ ഗ്ലാസ്സായാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡ് പോർഷനായാലും നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിൽ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡും ഡീഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 730യുടെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഡുവൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബമ്പേഴ്സും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ വീലാസിലേക്ക് വരാം. ഈ വീലാസായാലും നീറ്റായിട്ടിരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് ഇവിടെ കാണാം. നമുക്ക് രണ്ട് ഡോർസ് നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിരിക്കും ഡോർസ് കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അല്ല, ഡുവൽ ടോണിൽ നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ ശ്രദ്ധിക്കുക. ഉണ്ടോ? പക്ക ക്വാളിറ്റി സീറ്റ്സാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. BMൻ്റെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് ആയാലും നീറ്റായിരിക്കും ഡാഷ്ബോർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കൺട്രോൾസൊക്കെ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിലോമീറ്റേഴ്സ് അറൗണ്ട് 1 lakh കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗിയർ നോക്കാം നമുക്കിവിടെ കാണാൻ പറ്റും. ഡ്രൈവിംഗ് മോഡ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് കൺസോൾസ് കിട്ടുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമുക്ക് നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെയും ഡോർ ശ്രദ്ധിക്കാം. സീറ്റ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. റിയറുള്ള സീറ്റ്സ് നല്ല വൃത്തി തന്നെ സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഡുവൽ സൺറൂഫാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡുവൽ ടോണിൽ നമുക്ക് ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ സീറ്റ്സൊക്കെ ശ്രദ്ധിക്കാം. സീറ്റ്സൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിവിടെ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, നമുക്ക് ഇവിടെ തന്നെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വിൻഷീൽഡൊക്കെ
ഡൗൺ ചെയ്യാം, അപ്പ് ചെയ്യാം. സൺ പ്രൊട്ടക്ഷൻ, സീറ്റ്, കണക്റ്റ് സംഭവം എല്ലാ സാധനവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. റിയറിൽ നമുക്കിത് ഇവിടെ TV ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇവിടെയും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നല്ല ഒരു രക്ഷയില്ല. ഫുൾ ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇതാണ് ലക്ഷറി. ഓക്കെ, ഇവിടെ നമുക്ക് സീറ്റ്സൊക്കെ ശ്രദ്ധിക്കാം. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. കണ്ടോ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് കേട്ടോ. പവർ ഓൺ ആവുന്നൊക്കെ നോക്കട്ടെ. ഓക്കെ, വണ്ടി പവർ ഓൺ ചെയ്യാൻ മാത്രമേ അത് പവർ ഓൺ ആവും ഇല്ല സംഭവം. പവർ ഓൺ ആയിട്ടുണ്ട്. ചെയ്യാൻ മോനെ രക്ഷയില്ല, കലക്കം വണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു 7 സീരീസിൻ്റെ എൻജിൻ റൂം. ഇവിടെ ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ലീക്കേജോ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാൻ പറ്റും. പേസ്റ്റിങ് ശ്രദ്ധിക്കാം. ഇവിടെ എല്ലാം സീൽഡാണ്, അതിൻ്റെ പേര് കാര്യമായിട്ട് കാണിക്കാനില്ല. എന്നാലും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ലിഡിലേക്കൊന്ന് വായിക്കാം. ലിഡ് എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എൻജിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് വന്നേക്കുന്നത്. ഇഷ്ടംപോലെ സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ലാവിഷായിട്ടുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതേപോലെ നമുക്കിവിടെ എഡ്ജസ്റ്റിലേക്കൊന്ന് വായിക്കാം. എഡ്ജസ് ആയാലും ഒക്കെ നീറ്റായിരിക്കുന്ന ആ എഡ്ജസ് നമുക്ക് ഈ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ എഡ്ജസ് നോക്കാം. ഓക്കെ, അപ്പോഴത്തേക്കാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2017 ഈ ഒരു വാഹനത്തിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിലവിൽ HR രജിസ്ട്രേഷനാണ്. അത് നമ്മൾ കേരളത്തിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റുമ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇതിൻ്റെ മുകളിലേക്ക് വരും. ഞാൻ പറയാൻ പോകുന്ന റേറ്റിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ 17 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി, HR രജിസ്ട്രേഷനാണ്. അതുകൂടാതെ തന്നെ 7 സീരീസാണ്, ലക്ഷറിയാണ് വണ്ടി. അപ്പോൾ ഇനി റേറ്റിലേക്ക് കിടക്കാം. ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് നിലവിൽ ഇപ്പോൾ ഉള്ള റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 34 lakhs ആണ്, 34 ലക്ഷം രൂപയാണ്. പിന്നെ നെയിം ചേഞ്ച് ചെയ്യാനും അതിൻ്റെ എക്സ്പെൻസും ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു 7 സീരീസിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.